ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയർ ഡെവിൽ ബോൺ അഗൈൻ എന്നുള്ള സീരീസിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളും പിന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം കുറച്ച് ഫസ്റ്റ് ലുക്കും അതേപോലെ തന്നെ സെറ്റ് ഫോട്ടോസും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഒരു സ്പോയിലറായിട്ട് പറയുകയാണ്. കാരണം ഇതിനകത്ത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സീരീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം സീരീസ് ഫ്രഷ് ആയിട്ട് കാണണമെന്ന് താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം വലിയ ഹെവി സ്പോയിലറല്ല, കാരണം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെ ഡെയർ ഡെവിൽ ഫാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മസ്റ്റായിട്ടൊന്ന് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അപ്ഡേറ്റിലോട്ട് തന്നെ പോവുകയാണെങ്കിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സീരീസിനകത്ത് നമ്മുടെ ഡെയർ ഡെവിലിൻ്റെ കൂടെ തന്നെയുള്ള 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു കാരൻ പേജും അതേപോലെ തന്നെ നമ്മുടെ ഫോഗി നിൽസൺ എന്നുള്ള 2 ക്യാരക്ടർ. അപ്പം ഇവർ MCUലോട്ട് വരുമോ ഇല്ലയോ എന്നൊക്കെ പലർക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ റൂമേഴ്സിലെല്ലാം കേട്ടത് പ്രകാരം അവർ MCUലും അവർ സെയിം ക്യാരക്ടേഴ്സായിട്ട് തന്നെ തിരിച്ച് വരുന്നുണ്ടെന്നായിരുന്നു നമ്മൾ കേട്ടിട്ടുള്ള. ഇപ്പോൾ അത് 100% കൺഫേം ആയിട്ടുണ്ട്. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുള്ള ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു ഫൂട്ടേജ് ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോഗി നിൽസൺ എന്നുള്ള ക്യാരക്ടറും കാരൻ പേജ് എന്നുള്ള ആ ഒരു ആക്ട്രസിനെ നമുക്കിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 2 ക്യാരക്ടേഴ്സ് തിരിച്ച് വന്ന സ്ഥിതിക്ക് നെറ്റ്ഫ്ലിക്സുമായിട്ട് ക്യാനൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യത കുറവ് തന്നെയാണ്. കാരണം ഇതിനകത്ത് നമ്മുടെ ഈ ഒരു ഫോഗി നിൽസൺ എന്നുള്ള ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ലുക്കിലോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചേഞ്ച് വരുന്നുണ്ട്. വേണമെങ്കിൽ വർഷങ്ങളുടെ ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഒരു ചേഞ്ച് വേണമെങ്കിൽ അവർക്ക് ലോജിക്കലി കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് MCU കണക്റ്റഡ് ആണോ അത് നെറ്റ്ഫ്ലിക്സിൽ ആ ഒരു സെയിം യൂണിവേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണോ MCU കാണിക്കുന്നത് ഇതുവരെ നമ്മുടെ എക്കോ സീരീസിൽ പോലും അവർ കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സെയിം ആക്ടേഴ്സ് എല്ലാം സെയിം ക്യാരക്ടേഴ്സായിട്ട് വരുന്നുള്ള ഒരു ചേഞ്ച് മാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാം തിരിച്ച് നമ്മുടെ MCUലോട്ട് സെയിം ക്യാരക്ടേഴ്സായിട്ടാണ് റിട്ടേൺ ആവുന്നുണ്ടെന്നുള്ള കാര്യം 100% കൺഫേം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നോക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിലെ മറ്റൊരു ക്യാരക്ടറും കൂടെ തിരിച്ച് MCUയിൽ വരുന്നുണ്ട്. അതായത് ബുൾസൈ എന്നുള്ള ക്യാരക്ടർ നമ്മൾ ആ ഒരു സീരീസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്യാരക്ടറും നമ്മുടെ MCU ഡെയർ ഡെവിൽ ബോൺ അഗൈൻ അത് തിരിച്ച് വരുന്നുണ്ടെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. സെറ്റ് ഫോട്ടോസോ ലീക്ഡ് ഫോട്ടോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത് റൂമർ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഈ ഒരു സീരീസിനകത്ത് മ്യൂസ് എന്നുള്ള ക്യാരക്ടറാണ് വില്ലനായിട്ട് വരുന്നതെന്നുള്ള കാര്യം നമ്മൾ ആ റൂമറിലെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺഫേം ആവുന്ന രീതിയിൽ മറ്റൊരു സെറ്റ് ഫോട്ടോയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സെറ്റ് ഫോട്ടോ നോക്കുകയാണെങ്കിൽ നമ്മുടെ കിങ് പിൻ്റെ ഒരു വാൾ പെയിൻറ്റിങ് അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റിങ് കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ മ്യൂസിൻ്റെ ഒരു സിഗ്നേച്ചർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മ്യൂസ് ഈ ഒരു സീരീസിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം കൺഫേം ഒക്കെ ആയിട്ടുണ്ട്. അപ്പം മ്യൂസിൻ്റെ ഈ ഒരു പരിപാടി നിങ്ങൾക്ക് അറിയായിരിക്കും, കോമിക്ക് വായിച്ചിട്ടുള്ളവർക്കറിയാം. അതായത് ഈ മതിലെല്ലാം പോയി സ്പ്രേ പെയിൻറ്റിങ് ആർട്ടൊക്കെ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കോമിക്കിലെല്ലാം കാണിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എത്രത്തോളം ഡാർക്കർ സീരീസ് ആവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഇതിൽ കൂടെ തന്നെ ഏകദേശം ഉറപ്പിക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മറ്റൊരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ കുറേ റൂമേഴ്സിലൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരാണ് വൈറ്റ് ടൈഗർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടറും ഈ ഒരു സീരീസിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലല്ല വൈറ്റ് ടൈഗറിനെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള. ഇനി നമ്മുടെ കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള വൈറ്റ് ടൈഗറിനെ കാണിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു കടയിൽ റോബറി നടത്താൻ പോകുന്ന ഒരു നമ്മുടെ ഹാലോവിൻ കോസ്റ്റ്യൂമൊക്കെ പോലത്തെ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ വൈറ്റ് ടൈഗറിനെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ടൈഗറിനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം വൈറ്റ് ടൈഗർ ഈ ഒരു സീരീസ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അത് ആരാണ് അഭിനയിക്കാൻ പോകുന്നതെന്നുള്ള കാര്യവും നമുക്കറിയത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ക്യാരക്ടറിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തെളിവ് അല്ലെങ്കിൽ എൻ്റെ സോഴ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ പല ഇൻസൈഡേഴ്സ് പറയുന്നത് നമ്മുടെ പണിഷർ, അതായത് നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുള്ള സെയിം ആക്ടർ തന്നെ പണിഷറായിട്ട് MCUലും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ കാര്യം ഏകദേശം കൺഫേം ആയ സ്ഥിതിക്ക് നമ്മുടെ പണിഷർ എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ അഭിനയിച്ചിട്ടുള്ള ആക്ടറും ചിലപ്പോൾ MCUയിൽ പണിഷറായിട്ട് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ഡെയർ ഡെവിൽ ബോൺ അഗൈനകത്ത് നമ്മുടെ വെനേസ് എന്നുള്ള ക്യാരക്ടർ ആയിട്ട് അഭിനയിക്കുന്നത് പുതിയൊരു ആക്ട്രസ്സാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ കറക്റ്റ് കണ്ടിന്യൂഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. നൈസ് റീബൂട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ പല ലോജിക്കൽ ഇഷ്യൂസും കാര്യങ്ങളും വരും. അതുകൊണ്ട് MCUൻ്റെതായിട്ടുള്ള ഒരു ഡെയർ ഡെവിൽ യൂണിവേഴ്സ് ആക്കി മാറ്റുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ മാർവലിൻ്റെ സ്പോട്ട് ലൈറ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ നമ്മുടെ എക്കോ വന്ന പോലെ അത്യാവശ്യം ഡാർക്കർ ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ട് പ്രതീക്ഷിക്കാം. അത് 100% കൺഫേമും ആയിട്ടുണ്ട്. അപ്പോൾ സ്പോട്ട് ലൈറ്റിൻ്റെ കീഴിലാണ് നമ്മുടെ ഡെയർ ഡെവിൽ ബോൺ അഗൈൻ സീരീസും കൂടെ വരാൻ പോകുന്നത്. അപ്പം ആരൊക്കെ നമ്മുടെ ഡെയർ ഡെവിൽ ഈ സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ ഞാൻ ആദ്യം പറയണൊക്കെ ഡെയർ ഡെവിൽ ഫാൻസ് മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണം, എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കിടന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.